ഹായ് കിഡേസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കൂട്ടക്ഷരങ്ങളാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പഠിക്കുന്ന കൂട്ടക്ഷരം ഇഞ്ച ങ. ഇഞ്ച ങ. ആദ്യം നമുക്ക് ഇഞ്ച പഠിക്കാം. ഇഞ്ച എങ്ങനെയാ എഴുതുന്നതെന്നും അത് എങ്ങനെയാ ഇരട്ടിച്ച് വരുന്നതെന്നും നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, ഇഞ്ച എഴുതുന്നത് നമ്മള് വ്യഞ്ജനാക്ഷരത്തിലെ ഞായില്ലേ, ച ച ച ജ ഞ. ഞാ എഴുതാ. ഞായിന് നമ്മള് ഒരു ചന്ദ്രക്കല ഇട്ട് കൊടുത്താ ഞാ എങ്ങനെ വായിക്കും? ഞ്. ഞായിന് മുകളിൽ ഒരു ചന്ദ്രക്കല ഇട്ട് കൊടുത്താ ഞാ എങ്ങനെ വായിക്കും? ഞ്. അതിന്റെ കൂടെ ച ചേരുമ്പോ എന്തായി മാറും? ഞ് അധികം ച എന്തായി മാറും? കൂട്ടക്ഷരം ഇഞ്ച. ഓക്കെ, ക്ലിയർ? ഏതാ? ഇഞ്ച. ഞ് അധികം ച, ഇഞ്ച. കൂട്ടക്ഷരം എങ്ങനെ എഴുതുന്ന നോക്കിയേ. നമ്മൾ ഞാൻ എഴുതിയത് ഓർക്കൊന്ന് കാണുന്നുണ്ടോ? ഇങ്ങനെ വന്ന് ഇങ്ങനെ. ഇതിന് നോക്കി അകത്തോട്ട് ഇങ്ങനെ വന്ന് പുറത്ത് ഇങ്ങനെ എഴുതണം. ക്ലിയർ? ഒന്നുകൂടി ശ്രദ്ധിച്ച്. ആദ്യം എന്തോ ചെയ്യാ? ഒരു സർക്കിള്, അതിനോട് ചേർന്നൊരു റ. ഓക്കെ, വീണ്ടും അതിനോട് ചേർന്നൊരു റ. എന്നിട്ട് എന്തോ ചെയ്യണം? ഇവിടുന്ന് നോക്കേ, അകത്തോട്ട് വന്ന് പുറത്തോട്ടൊരു റ എഴുതുക. അല്ലെ? എന്തായി? ഇവിടുന്ന് ഇങ്ങനെ വന്ന് വീണ്ടും ഇങ്ങനെ. എന്തുവായി? ഇഞ്ച. മനസ്സിലായോ? എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം എന്തോ ചെയ്യണം? കാണുന്നുണ്ടോ? ഒരു സർക്കിള്, അതിനോട് ചേർന്നൊരു റ, വീണ്ടും ഒരു റ. എന്നിട്ട് ഇവിടുന്നോ അകത്തുനിന്ന് ഇങ്ങനെ പുറത്തോട്ട് എഴുതി വീണ്ടും ഒരു റ. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് ഇതാ ഇങ്ങനെ. ക്ലിയർ? മനസ്സിലായോ? ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കേ. ഇങ്ങനെ എഴുതുക. ഇവിടുന്ന് ഇങ്ങനെ വന്ന് നമ്മൾ വായ എഴുതുന്ന പോലെ കൊടുക്കുക. ക്ലിയർ? ഇഞ്ച. ഇഞ്ച വരുന്ന വാക്കുകൾ നമുക്ക് നോക്കാം. ആദ്യത്തെ വാക്ക് നോക്കിയാട്ടെ. അഞ്ച്. ആദ്യത്തെ വാക്ക് ഏതാ? അഞ്ച്. ഓക്കെ, ആദ്യത്തെ വാക്ക് ഏതാ? അഞ്ച്. അടുത്ത വാക്ക് നോക്കിയേ. ഇഞ്ചി. അടുത്ത വാക്ക് ഏതാ? ഇഞ്ചി. ഇഞ്ചാന്നുള്ള കൂട്ടക്ഷരം ഉള്ള അതില് ഏതാ? ഇഞ്ചി. അടുത്തൊരു വാക്ക് നോക്കിയാട്ടെ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന എന്താ? പഞ്ചസാര. ഏതാ? പഞ്ചസാര. അടുത്തൊരു വാക്ക് നോക്കിയേ. സഞ്ചി. ഏതൊക്കെയാ വാക്ക്? അഞ്ച്, ഇഞ്ചി, പഞ്ചസാര, സഞ്ചി. ഞ് അധികം ച എന്തായി മാറി? ഇഞ്ചാന്നുള്ള കൂട്ടക്ഷരമായി. എങ്ങനെ വന്നത്? ഞ് അധികം ച. ഓക്കെ, വാക്കേതാ? അഞ്ച്, ഇഞ്ചി, പഞ്ചസാര, സഞ്ചി. ക്ലിയർ? അടുത്ത കൂട്ടക്ഷരം ങ. ങ എങ്ങനെയാ വരുന്നതെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. നോക്കട്ടെ. നമ്മള് വ്യഞ്ജനാക്ഷരത്തില് ങ പഠിച്ചിന്. ക ക ഖ ഘ ങ. ങായിന് നമ്മള് മുകളിൽ ഒരു ചന്ദ്രക്കല ഇട്ട് കൊടുത്തു. ങ എന്തായി മാറി? ങ്. ങ്. അതിന്റെ കൂടെ വീണ്ടും ഒരു ങ ചേരുമ്പോഴ് എന്തായി മാറും? ഇരട്ടിച്ചു. കൂട്ടക്ഷരം ങ. ങ എങ്ങനെ എഴുതും?
ക്ലിയർ? ങ. ങ് അധികം ങ. ങ. എങ്ങനെ എഴുതുന്നേ? ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മൾ ആദ്യം ഒരു സർക്കിള്, അതിനോട് ചേർന്ന് നമ്മൾ ഓ എഴുതുന്നില്ലേ അല്ലേ? എന്നിട്ട് എന്തോ ചെയ്യണം? ഇവിടുന്ന് നോക്കിയേ, അകത്ത് നിന്ന് നമ്മൾ പുറത്തോട്ടൊരു റായ എഴുതി കൊടുക്കും. എന്നിട്ട് വീണ്ടും ഇതിനോട് ചേർന്ന് നമ്മൾ റായല്ല, നമ്മൾ ഓ എഴുതിയില്ലേ ധാ പോലെ, അത് എഴുതും. ങാ എളുപ്പ. ശ്രദ്ധിച്ചു നോക്കി ഒന്നുകൂടിയും. സർക്കിളിനോട് ചേർന്ന് നമ്മൾ ഓ പഠിച്ചില്ലേ? എന്നിട്ട് ഇവിടുന്ന് ഇതാ വീണ്ടും പുറത്തോട്ടൊരു റാ. ഓക്കേ. ഇവിടുന്ന് വീണ്ടും നമ്മളിതാ ദാ പോലെ എഴുതി കൊടുക്കും. കൈയെടുക്കാതെ എങ്ങനെ എഴുതും? ഇങ്ങനെ. ക്ലിയർ? ഏതാ? കൂട്ടക്ഷരം ങ. മനസ്സിലായോ? ങ അധികം ങ. ങ. ങ വരുന്ന വാക്കുകൾ നോക്കിയാട്ടെ. ആദ്യത്തെ വാക്ക് ഏതാ? ആ, ഗുഡ്. മാങ്ങ അല്ലേ? മാങ്ങ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഓക്കെ, ഏതാ വാക്ക്? മാങ്ങ. അടുത്തൊരു വാക്ക് നോക്കിയാട്ടെ. തേങ്ങ. അടുത്ത വാക്ക് ഏതാ? തേങ്ങ. അതിലെന്തുണ്ട്? ആ, ങ്ങാന്നുള്ള കൂട്ടക്ഷരം. അടുത്ത വാക്ക് നോക്കിയാട്ടെ. മൂങ്ങ. അതിലും ങ്ങ ഉണ്ട് അല്ലേ? ഏതാ വാക്ക്? മൂങ്ങ. അടുത്തൊരു വാക്ക് നോക്കിയാട്ടെ. ആ, കുരങ്ങൻ. ഏതാ വാക്ക്? കുരങ്ങൻ. മനസ്സിലായോ? ങ് അധികം ങ. ങ. വാക്കേതാ? മാങ്ങ, തേങ്ങ, മൂങ്ങ, കുരങ്ങൻ. ക്ലിയർ? ഇന്ന് ഏതൊക്കെ കൂട്ടക്ഷരം കൂട്ടുകാര് പഠിച്ചു? ഇഞ്ച. അതുപോലെ ഏതാ ഇപ്പൊ പഠിച്ചേ? ആ, ങ. എന്തോ ചെയ്യണം? രണ്ടും 5 പ്രാവശ്യം സ്ലേറ്റിൽ എഴുതിയിട്ട് പഠിക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ. വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത കൂട്ടക്ഷരം പഠിക്കാം. താങ്ക് യു.